ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തൃക്കുന്നപ്പുഴ അയ്യപ്പ ക്ഷേത്രത്തിലോട്ടൊന്ന് പോകാം. നമ്മുടെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകാൻ കഴിയാത്തില്ല നല്ല രീതിയിൽ വിഷമമുള്ള ഒരുപാട് സ്ത്രീകൾ കാണും. അവർക്ക് മനസ്സിന് ഒരു റിലാക്സ് കിട്ടുന്ന ഒരു അമ്പലമാണ് തൃക്കുന്നപ്പുഴ അയ്യപ്പ ക്ഷേത്രം. ആദ്യം തന്നെ ആനക്കൊട്ടിലൊരു വിശാലമായ ഒരു വലിയൊരു ആനക്കൊട്ടിലാണ് തൃക്കുന്നപ്പുഴ അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിലുള്ളത്. പിന്നെ വലത് ഭാഗത്തായിട്ടാണ് കൗണ്ടർ. നമുക്ക് രസീത് അർച്ചനയ്ക്കുള്ള രസീതൊക്കെ എടുക്കാം. പിന്നെ ഇത് നമ്മുടെ അമ്പലത്തിനകത്തോട്ട് കയറുന്ന ഭാഗമാണ്. നമുക്ക് അകത്തും കയറി തൊഴാം. ഞാൻ അകത്ത് ക്യാമറ അലൗഡ് അല്ലാത്ത കാരണം എടുത്തിട്ടില്ല. ഇത് നാലമ്പലത്തിന് ചുറ്റുമുള്ള പാതയാണ്, നമുക്ക് ചുറ്റും തൊഴാനുള്ള നടപ്പാതയാണ്. പിന്നെ ഇവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ മാത്രമല്ല, ഒരുപാട് പ്രതിഷ്ഠയുണ്ട്. ഇത് കൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ. പിന്നെ കൃഷ്ണൻ്റെ അഷ്ടോത്തര മന്ത്രങ്ങൾ, നാമജപങ്ങൾ അങ്ങനെയുള്ള എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കൃഷ്ണൻ്റെ മാത്രമല്ല, സുബ്രഹ്മണ്യൻ്റെയും അങ്ങനെ എല്ലാം മന്ത്രങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇങ്ങനെ വിശദമായിട്ട് നമുക്കവിടെ വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കും. ഇത് നമുക്ക് ഭദ്രകാളി, അങ്ങനെ ശ്രീഭദ്ര അങ്ങനെയുള്ള പ്രതിഷ്ഠയാണിത്. ആ ദൂരെയായിട്ട് കണ്ടു അവിടെ ഒരു വലിയ കുളമുണ്ട്. ഞാൻ അങ്ങോട്ട് പോയില്ല, കാരണം രാത്രി ആവുമെന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ കാവ്, ഇത് ഇവിടെ കാവാണ്. പിന്നെ അവിടെ ആയിട്ട് 3 പ്രതിഷ്ഠയാണ് ഇതിനകത്തിലുള്ളത്. ഭദ്രകാളി അങ്ങനെയുള്ള പ്രതിഷ്ഠകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ മരം നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു നല്ല മാർഗ്ഗനിർദ്ദേശം ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. മരം കളയാതിരിക്കാൻ വേണ്ടി നമ്മുടെ കല്ലിട്ടേക്കുന്ന അത്രയും ഭാഗത്തിൻ്റെ വേരിൻ്റെ ഭാഗം അത്രയും കവർ ചെയ്ത് ആണ് ഒരു മരത്തിൻ്റെ പോലും അങ്ങനെ അവിടെ തന്നെ നിലനിർത്തിയേക്കുവാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് പിന്നെ ഒരു കുഞ്ഞിക്കുളമുണ്ട്. ആ കുളം ഗ്രില്ലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കുവാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ അത്തം അങ്ങനെ ഓരോ നാളുകാരുണ്ടല്ലോ, പൂയം അങ്ങനെ നാളുകാർ ഓരോ ചെടികളാണ്. പക്ഷേ ഇതത് ഞാൻ പിന്നാണ് ഓർത്തത്, അത് അകത്തൂടെ കയറിയിട്ട് ഓരോ നാളുകാർക്കും ഏതൊക്കെ ചെടിയാണ് എന്നുള്ളത് കവർ ചെയ്തൊരു വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ അത് ഇനി നമ്മൾ എടുത്തുപോയി. പക്ഷേ അകത്തൂടെ കയറാൻ പറ്റുമായിരുന്നു. അതിനി ഒരു ദിവസം പോകുമ്പം അതൊന്ന് ഞാൻ ഓരോ നാളുകാർക്ക് ഏത് ചെടിയാണെന്നുള്ളത് നല്ല കവർ ചെയ്തൊന്ന് വീഡിയോ. ഇത് ഞാൻ നേരത്തെ കണ്ടതല്ലെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടിയൂർ അമ്പലത്തിൽ ഇതുകൂട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് ഓരോ നാളുകാർക്കും ഇന്ന ചെടിയെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ട ഒരു ക്ഷേത്രം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രം തന്നെയാണ്. നല്ല രീതിയിൽ അത് പരിപാലിച്ചില്ല, നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓരോ നാളുകാരെയും ഞാൻ എൻ്റെ വിശാഖ നാളുകാരെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയായിരുന്നു എവിടെയൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ തപ്പി. പിന്നെ ഇത്രയും വലുതാണ് അയ്യപ്പൻ്റെ അമ്പലം. ഇത്രയും വിശാലമായ ഒരു ക്ഷേത്രമാണ്. എനിക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക്. നാഗങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ അങ്ങ് ദൂരെ കാണുന്നുണ്ട്, അത് അപ്പുറത്തെ ഗോപുരമാണ്, അങ്ങോട്ട് ഇറങ്ങുന്ന ഗോപുരമാണ്. ഇവിടെ എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ്. സുബ്രഹ്മണ്യനും ഉണ്ട്, ശിവനും ഉണ്ട്. ഈ വലുത് സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ശിവൻ്റെ പ്രതിഷ്ഠ. അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും നമ്മുടെ മനസ്സുരുകി ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇത് നവഗ്രഹങ്ങളുടെ അമ്പലമാണ്. ഞാൻ നവഗ്രഹങ്ങളുടെ അമ്പലം വേറെ കണ്ടേക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിലാണ് നവഗ്രഹങ്ങളുടെ ഇവിടെയും ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ പോയപ്പോഴാണ് അറിയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലും ഓരോ നവഗ്രഹങ്ങൾക്ക് ഏതൊക്കെ ധാന്യങ്ങളാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ എല്ലാത്തിനും ബോർഡ് ഓരോന്നിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ദീപാരാധന നടക്കുകയാണ്. പുറത്തുള്ള ദീപാരാധന കഴിഞ്ഞതിന് ശേഷമാണ് അകത്ത് ദീപാരാധന നടക്കുന്നത്. പിന്നെ നമ്മുടെ നട തുറക്കുന്ന കാര്യങ്ങളും സമയവും അടയ്ക്കുന്ന സമയവും എല്ലാം വിശദമായിട്ട് വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അയ്യപ്പനോട് എല്ലാ ദുഃഖങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ച് അയ്യപ്പൻ്റെ മുന്നിലെല്ലാം സമർപ്പിച്ചതിന് ശേഷം ഞാൻ മടങ്ങുകയാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും.